ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി പ്രതീക്ഷകളായി കണക്കാക്കപ്പെടുന്ന യുവതാരങ്ങളിൽ ഏറ്റവും തിളക്കമുള്ള പേരാണ് കൗമാര ബാറ്റിംഗ് സെൻസേഷനായി വൈഭവ് സൂര്യവംശിയുടേത്. വെറും 14 വയസ്സിൽ IPL പോലുള്ള ലോകോത്തര ടൂർണമെന്റിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച വൈഭവിനെ കുറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഇക്കാലത്തെ മികച്ച താരവും മുൻ രാജസ്ഥാൻ റോയൽസ് കോച്ചുമായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ വാക്കുകൾ ഈ യുവപ്രതിഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു മാർഗരേഖയാണ്. ഒരു താരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവന്റെ വളർച്ചയ്ക്ക് എന്ത് പിന്തുണ നൽകണം എന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ നിലവിലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പരിശീലന രീതികളോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒന്നാണ്. കഴിഞ്ഞ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പമുള്ള വൈഭവിന്റെ പ്രകടനങ്ങൾ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു. നായകനും സൂപ്പർ താരവുമായി സഞ്ജു സാംസൺ പരിക്ക് മൂലം വിട്ടുനിന്ന മത്സരങ്ങളിലാണ് രാഹുൽ ദ്രാവിഡ് പരിശീലകനായിരുന്ന ടീം മാനേജ്മെന്റ് വൈഭവിനെ ഓപ്പണിംഗിൽ പരീക്ഷിച്ചത്. വെറും 7 മത്സരങ്ങളിൽ നിന്ന് 206.56 എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം 252 റൺസാണ് അടിച്ചെടുത്തത്. അതിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ 35 പന്തിലെ സെഞ്ചുറിയും ഉൾപ്പെടുന്നു. വൈഭവിന്റെ ഈ പ്രകടനത്തെക്കുറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ചാമ്പ്യൻസ് എന്ന പരിപാടിയിൽ സംസാരിക്കവേ ദ്രാവിഡ് നടത്തിയ നിരീക്ഷണമാണ് ഏറ്റവും ശ്രദ്ധേയം. IPL ആദ്യമായി നേരിട്ട ബോളിൽ തന്നെ അവൻ ഷർദുൽ ഠാക്കൂറിനെതിരെ സിക്സർ അടിച്ച താരമാണ്. ഷർദുൽ ഒരു അന്താരാഷ്ട്ര ബൗളറാണ്, ഗംഭീര ബൗളറുമാണ്. അത് വൈഭവിനുള്ള കഴിവല്ല, മറിച്ച് അവന്റെ മാനസിക അവസ്ഥയാണ്. ഈ പ്രസ്താവനയിലൂടെ ദ്രാവിഡ് അടിവരയിടുന്നത് വൈഭവിന്റെ അനുകരിക്കാനാവാത്ത ആക്രമണപരമായ മനോഭാവത്തെയാണ്. ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല. അതിനെ കളിക്കാരൻ സ്വയം കൈകാര്യം ചെയ്യും, സ്വായത്തമാക്കുകയും ചെയ്യണം. വൈഭവിന്റെ സ്വാഭാവികമായ അറ്റാക്കിംഗ് ഗെയിമിന് ദ്രാവിഡ് നൽകിയ പിന്തുണയും ഉപദേശവുമാണ് IPL താരത്തിന് തിളങ്ങാൻ സഹായകമായത്. കോച്ച് എന്ന നിലയിൽ വൈഭവിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയെക്കുറിച്ചും രാഹുൽ ദ്രാവിഡിന്റെ തത്വശാസ്ത്രം തികച്ചും വ്യത്യസ്തമാണ്. ഒരു പരമ്പരാഗത രീതിയിലുള്ള കോച്ചിങ്ങിന്റെ ആവശ്യം വൈഭവിന് ഇല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കോച്ച് എന്ന നിലയിൽ വൈഭവിനെ ഉപദേശിക്കുന്നതിലല്ല കാര്യം, മറിച്ച് അവനെ സ്വയം പ്രകടിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോം തയ്യാറാക്കി നൽകുകയാണ് വേണ്ടത്. ദ്രാവിഡിന്റെ അഭിപ്രായത്തിൽ പ്രതിഭയുള്ള കളിക്കാർക്ക് വേണ്ടത് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളാണ്. കോച്ച് ചെയ്യേണ്ടത് താരത്തിന്റെ ഗെയിമിനെ നിയന്ത്രിക്കുക എന്നതിലുപരി താരത്തിന് അവന്റെ കഴിവിന്റെ അതിരുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുക എന്നതാണ്. ഇനിയുള്ള കോച്ചിങ് സ്റ്റാഫിന് ദ്രാവിഡ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം വൈഭവിനെ അവന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഒരു കംപ്ലീറ്റ് ക്രിക്കറ്ററാക്കി മാറ്റുക എന്നതാണ്. വൈഭവിനെ വെല്ലുവിളിക്കുന്ന ദുഷ്കരമായ മാച്ച് സാഹചര്യങ്ങൾ നൽകി പരീക്ഷിക്കണം. യുവതാരത്തിന്റെ ഗെയിമിൽ ഇനിയും പുറത്തു വന്നിട്ടില്ലാത്ത ചില വീക്ക്നെസ്സുകൾ മെച്ചപ്പെടുത്താൻ താരത്തെ പ്രാപ്തനാക്കണം. പരിശീലനത്തിന്റെ ലക്ഷ്യം അവന്റെ കുറവുകൾ കോച്ച് കണ്ടെത്തി തിരുത്തുക എന്നതിലുപരി സ്വയം കുറവുകൾ തിരിച്ചറിയാൻ താരത്തെ പ്രാപ്തനാക്കുക എന്നതാണ്. നെറ്റ്സിൽ വൈഭവിന് വെല്ലുവിളി ഉയർത്തുന്ന ചില സാഹചര്യങ്ങൾ ഒരുക്കണം, അല്ലെങ്കിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഒരുക്കണം. അതിലൂടെ സ്വന്തം കുറവുകളെയും ദൗർബല്യങ്ങളെയും കണ്ടെത്താൻ അവനെ അനുവദിക്കുക. ഇത് സ്വയം മനസ്സിലാക്കാനും മെച്ചപ്പെടാനുമുള്ള നല്ലൊരു വഴിയായിരിക്കും. ഇത് സ്വയം കണ്ടെത്തലിന്റെ ഒരു പ്രക്രിയ കൂടിയാണ്. അതിലേക്ക് ആരും ഇടപെടുകയും ചെയ്യരുതെന്നും ദ്രാവിഡ് കൂട്ടിച്ചേർത്തു. ഈ രീതിയിലുള്ള പരിശീലനം താരത്തിന് കളിയിലെ സമ്മർദ്ദങ്ങളെയും വിവിധ സാഹചര്യങ്ങളെയും നേരിടാൻ കൂടുതൽ ആത്മവിശ്വാസം നൽകും. ഒരു കംപ്ലീറ്റ് ക്രിക്കറ്റർ ആകാൻ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രതിരോധിക്കാനും റൺസ് നേടാനും പിടിച്ചു നിൽക്കാനും വൈഭവിന് സാധിക്കേണ്ടതുണ്ട്. 14-ാം വയസ്സിൽ ലഭിക്കുന്ന വലിയ പ്രശസ്തിയും ലോകശ്രദ്ധയും ഒരു യുവതാരത്തിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വൈഭവിനുള്ള ദ്രാവിഡിന്റെ ഉപദേശം വിനയത്തോടെയും ഏകാഗ്രതയോടെ മുന്നോട്ട് പോകുക എന്നതാണ്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പേരിലും പ്രശസ്തിയിലും മതിമറക്കാതെ ഇനി വരാനിരിക്കുന്ന വെല്ലുവിളികൾക്കായി തയ്യാറെടുത്തിരിക്കാനാണ് ദ്രാവിഡ് ഉപദേശിക്കുന്നത്. IPL-ന് ശേഷം ഇന്ത്യൻ ജൂനിയർ ടീമുകൾക്കൊപ്പം വൈഭവ് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് പര്യടനങ്ങളിൽ തകർപ്പൻ പ്രകടനം തുടർന്നെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഏകാഗ്രതയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ സ്ഥിരത നിലനിർത്താൻ വിനയം അനിവാര്യമാണ്. രാഹുൽ ദ്രാവിഡിന്റെ വാക്കുകൾ ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ചിങ് സ്റ്റാഫിന് ഒരു പാഠപുസ്തകമാണ്. വൈഭവ് സൂര്യവംശിയെ പോലെ സ്വാഭാവികമായ പ്രതിഭയുള്ള കളിക്കാർക്ക് ടെക്നിക്കൽ കറക്ഷനുകൾ നൽകുന്നതിനേക്കാൾ പ്രധാനം അവരുടെ സ്വാഭാവിക ശൈലിക്ക് കോട്ടം വരുത്താതെ വളർത്തുക എന്നതാണ്. താരത്തെ അയാളുടെ കുറവുകൾ സ്വയം കണ്ടെത്താൻ അനുവദിക്കുമ്പോൾ ആ കുറവുകൾ പരിഹരിച്ച് മുന്നോട്ട് വരാനുള്ള ആത്മവിശ്വാസം താരത്തിന് ലഭിക്കുന്നു. വൈഭവിന്റെ കരിയർ ഗ്രാഫ് ഇനി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ദ്രാവിഡ് നിർദ്ദേശിച്ച ഈ തത്വശാസ്ത്രം അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്ന കോച്ചുമാർ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അടുത്ത സൂപ്പർ താരമായി മാറാൻ വൈഭവിന് വേണ്ടത് കഴിവിന്റെ അതിരുകളിൽ ഭയമില്ലാതെ പരീക്ഷിക്കാനുള്ള അവസരവും വിനയത്തോടെയുള്ള കഠിനാധ്വാനവുമാണ്.